ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു 20 മിനിറ്റ്സിൽ എൻ്റെ മക്കൾക്ക് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആൻഡ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ബ്രീത്തിങ്ങും അതേപോലെ തന്നെ റെസ്പിറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കണം അതെന്താണ്, നമ്മുടെ ഗ്യാസസിൻ്റെ ജസ്റ്റ് നമ്മൾ പാസേജ് ആണ്, അതായത് ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന് ഉള്ളിലേക്ക് കയറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നു, അതിനെയാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുക. എന്നാൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെല്ലുലാർ റെസ്പിറേഷൻ എന്നതിനെ കുറച്ചുകൂടി കറക്റ്റ് ആക്കി പറയാം. അതായത് റെസ്പിറേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ സെൽസ് എന്ത് ചെയ്യാണ്, ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ന്യൂട്രിയൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ആദ്യം തുടങ്ങുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ജീവികളിലുള്ള കുറച്ച് റെസ്പിറേറ്ററി ഓർഗൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ +1 അനിമൽ കിങ്ഡത്തിലെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജനറൽ ബോഡി സർഫേസ് ആണ് ലോവർ ഗ്രൂപ്പ് ഓഫ് ആനിമൽസിന്. നമ്മുടെ പോളിഫെറ ആയിക്കോട്ടെ സിലിണ്ടറേറ്റൊക്കെ എന്താണ്, ജനറൽ ബോഡി സർഫേസ് ആണ്. പിന്നെ എർത്ത് വാമും ലീച്ചും ഫ്രോഗും ഒക്കെ എന്താണ്, സ്കിന്നിലൂടെ റെസ്പയർ ചെയ്യുന്നത് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ് പറയാം. ഇനി ഇൻസെക്ട്സ് അതുപോലെ സെന്റിപ്പീഡ് മെല്ലിപ്പീഡ് എന്തൊക്കെയാണ്, അവർക്ക് ട്രക്കിയൽ ട്യൂബ്, നമ്മൾ ആർത്രോപോഡയുടെ കാര്യത്തിൽ നമ്മൾ ഫൈലം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മുടെ ഗിൽസ് ആണ് ഫിഷസിനും അതുപോലെ തന്നെ അക്വാറ്റിക് ഇൻസെക്ട്സിനും ഒക്കെ. ലങ്സ് എന്താണ്, മോസ്റ്റ് ഓഫ് ദ വേർട്ടബ്രേറ്റ്സിന് അല്ലെങ്കിൽ ഹയർ ഓർഗാൻസത്തിലേക്ക് വരുന്ന സമയത്ത് ലങ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിന് ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആണ്, വെറുതെ തന്നിരിക്കുക എന്നാണ് കരുതിയിട്ട് വിട്ടുപോകരുത്. മാച്ച് ദ ഫോളോയിങ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസിലേക്ക് വരുമ്പം ഇത് എപ്പോഴും ഏതോ കുഞ്ഞു ക്ലാസ്സിൽ മുതലേ നിങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസിൻ്റെ. അപ്പോൾ എവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ നോസ്ട്രൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നെയ്സൽ ചേമ്പറിലൂടെ വന്ന് ലാരിങ്സ് ഉണ്ട് ഇവിടെ, നമ്മുടെ സൗണ്ട് ബോക്സ് അല്ലേ, നമ്മുടെ ട്രക്കിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് കാണുന്നത്. അതും കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ട്രക്കിയ. ഓക്കെ, ദെൻ നമ്മുടെ ലങ്സിലേക്ക് വരുന്ന സമയത്ത് ട്രക്കിയുടെ 2 ബ്രാഞ്ചസ് ആണ് ബ്രോങ്കൈൻ്റെ കുഞ്ഞു ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾസ്. അതിൻ്റെ ടിപ്പിലായിട്ടാണ് നമ്മുടെ ആര് വരുന്നത്, ആൽവിയോളൈ വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രക്കിയയിലും ബ്രോങ്കൈലും അതുപോലെ തന്നെ ഇനീഷ്യൽ ബ്രോങ്കിയോൾസിലൊക്കെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, നമുക്ക് സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് കാണാൻ പറ്റും. ഇതെന്തിനാണ്, നമ്മുടെ ട്രക്കിയ കൊലാപ്സ്ഡ് ആവാതെ എപ്പോഴും ഓപ്പൺ ആയിട്ട് എയർ എക്സ്ചേഞ്ച് നല്ല പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ എയറിൻ്റെ പാസേജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലങ്സിനെ കവർ ചെയ്തിട്ടുള്ള ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ് നമ്മുടെ പ്ലൂറൽ മെംബ്രെയിൻ. ഈ 2 മെംബ്രെയിൻ്റെ ഇടയിലായിട്ട് നമുക്ക് പ്ലൂറൽ ഫ്ലൂയിഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മുടെ ലങ്സിൻ്റെ എന്താണ്, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും ഒക്കെയുള്ള ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ലങ്സിൻ്റെ താഴെയായിട്ട് നമ്മുടെ റെസ്പിറേഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മസിലാണ് നമ്മുടെ ഡയഫ്രം മസിൽ. ഇനി നമ്മുടെ ലങ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലങ്സിൻ്റെ ഇപ്പോൾ ഈ ഒരു പാസേജ് നമ്മൾ പറഞ്ഞില്ലേ, അറ്റ്മോസ്ഫിയറിൽ നിന്ന് തുടങ്ങിയിട്ട് നോസ്ട്രിൽസ്, നെയ്സൽ ചേമ്പർ, പിന്നെ നമ്മുടെ ഫാരിങ്സ് ഉണ്ട്, ദെൻ ലാരിങ്സ് ഉണ്ട്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് ആൻഡ് ആൽവിയോളൈ എന്ന്. ഇതിൽ നമ്മുടെ ഈ ഒരു നോസ്ട്രിൽസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബ്രോങ്കിയോൾസ് വരെയുള്ള പാത്വേ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയറിൻ്റെ കണ്ടക്ഷൻ നടക്കുന്ന പാത്വേ ആണ്. അതിന് നമ്മൾ കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയാറുണ്ട്. ഈ കണ്ടക്ടിങ് പാർട്ടിൻ്റെ ഫംഗ്ഷനാണ് ഒന്ന് എയറിനെ കണ്ടക്ട് ചെയ്ത് നമ്മുടെ ലങ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. മൂന്നാമത്തതായിട്ട് നമ്മുടെ എയറിനെ ഒന്ന് ഹ്യൂമിഡിഫൈ ചെയ്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരിക. അതായത് പ്രത്യേകിച്ച് ഭയങ്കര ചൂടുള്ള എയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് നമ്മുടെ മ്യൂക്കസ് ഒക്കെ ആയിട്ട് മോയ്സ്ചറൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹ്യൂമിഡിഫൈ ചെയ്യുക എന്നുള്ളതും കണ്ടക്ടിങ് പാർട്ടിൻ്റെ ഫംഗ്ഷനാണ്. ദെൻ എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽവിയോളൈ ആണ്. അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി നമ്മുടെ റെസ്പിറേറ്ററി പ്രോസസ്സ് ആണ് ഇത്രയും കാര്യങ്ങൾ. അതായത് ആദ്യത്തെ സ്റ്റെപ്പാണ് ബ്രീത്തിങ്, നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ഗ്യാസസ് ആൽവിയോളൈയുടെ മെംബ്രെയിൽ നിന്ന് നമ്മുടെ ബ്ലഡ് കാപ്പിലറിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യണം. അങ്ങനെ ഡിഫ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓക്സിജൻ എന്ത് ചെയ്യണം, നമ്മുടെ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടിഷ്യൂ ലെവലിൽ എത്തുന്ന സമയത്ത് രണ്ടാമത്തെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഓക്സിജൻ നമ്മുടെ ടിഷ്യൂസിലേക്കും ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്കും കയറും. ആ ബ്ലഡിനെ തിരികെ നമ്മൾ എന്ത് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിനെ നമ്മുടെ ലങ്സിലേക്ക് എത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കളയണം. നമ്മുടെ സെൽസ് എന്ത് ചെയ്യണം, ഈ ഓക്സിജൻ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കണം. ഇത്രയും പ്രോസസ്സുകൾ ചേരുന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് തുടങ്ങാം. അതായത് ബ്രീത്തിങ്, നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് നമ്മളിങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എയർ എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറുന്നത്, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ലങ്സിൻ്റെ പൊസിഷൻ. നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത് നമ്മുടെ പൾമണറി ക്യാവിറ്റിയിൽ, നമ്മുടെ തൊറാസിക് ക്യാവിറ്റീൻ്റെ അകത്ത് ഒരു എയർ ടൈറ്റ് ചേംബറിലാണുള്ളത്. അങ്ങനെ അതിനെ ടൈറ്റാക്കി നിർത്താൻ സഹായിക്കുന്നതാണ് ഒന്ന് നമ്മുടെ
വെർട്ടബ്രൽ കോളം ഫ്രം ദ ഡോർസൽ സൈഡ്, വെൻട്രൽ സൈഡിൽ നമ്മുടെ സ്റ്റേർണം അല്ലെ മാറല്, സൈഡിൽ നമുക്ക് റിബ്സ്, താഴെയിൽ നമുക്ക് ഡയഫ്രം. അപ്പോൾ ഇത്രയും ടൈറ്റായിട്ട് നിൽക്കുമ്പം ഇതിൽ ഏതെങ്കിലും ഒരു മസിലിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ വോള്യത്തിലും പ്രഷറിലും ഡിഫറൻസ് ഉണ്ടാവും. ഈ വോള്യം പ്രഷർ ഡിഫറൻസ് ആണ് നമ്മുടെ എയർ ഉള്ളിലേക്ക് കയറാനും ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകാനും കാരണം. അപ്പോൾ അതിൽ ആദ്യം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നമ്മുടെ റിബ്സ് ഒന്ന് റൈസപ്പ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ കുറച്ചൊരു വോള്യൂം കിട്ടിയൊരു ഫീൽ ഉണ്ടാകും. അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സി ഷേപ്പ്, ഈ സി ഷേപ്പിനെയാണ് നമ്മൾ പറയുക ഡോം ഷേപ്പ്. ഈ ഡോം ഷേപ്പിലുള്ള ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് ഫ്ലാറ്റ് ആകും. അതേപോലെ തന്നെ റിബ്സിൻ്റെ ഇടയിൽ ഇവിടെ മസിൽസ് ഉണ്ട്. ഈ മസിൽസിനെയാണ് നമ്മൾ പറയുക ഇന്റർകോസ്റ്റൽ മസിൽസ്. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ റിബ്സ് റൈസപ്പ് ആകും, സ്റ്റേർണം ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ഈ 3 ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പൾമണറി ക്യാവിറ്റീൻ്റെ ഉള്ളിൽ വോള്യൂം കൂട്ടും. അങ്ങനെ വോള്യൂം കൂടുന്ന സമയത്ത് പ്രഷർ കുറയും. അപ്പോൾ നമ്മുടെ എയർ എന്ത് ചെയ്യാണ്, ഉള്ളിലേക്ക് വരികയാണ്. ഇനി എക്സ്ഹെയിൽ ചെയ്യുമ്പോഴോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇങ്ങനെ നമ്മുടെ ഫ്ലാറ്റ് ആയ ഡയഫ്രം റിലാക്സ് ചെയ്ത് നോർമൽ സി ഷേപ്പ് അല്ലെ ഡോം ഷേപ്പിലേക്ക് പോകുന്നു. നമ്മുടെ റിബ്സ് എന്ത് ചെയ്യുന്നു, ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ റിബ്സ് വീണ്ടും താഴത്തേക്ക് വരുന്നു, സ്റ്റേർണം ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ, വോള്യൂം കുറയും, പ്രഷർ കൂടും. അങ്ങനെ പ്രഷർ കൂടുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള എയർ പുറത്തേക്ക് പോകുന്നു. ഈ മാറ്റങ്ങളാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴും എക്സ്ഹെയിൽ ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ആൻഡ് ഇൻഹലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. ആക്റ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം മസിൽസും ഇന്റർകോസ്റ്റൽ മസിൽസും ഉണ്ട്. കോൺട്രാക്ഷൻ നടക്കുമ്പോൾ അവിടെ എനർജി വേണം, അതുകൊണ്ടാണ് അത് ആക്റ്റീവ് പ്രോസസ്. ആൻഡ് എക്സ്പൈറേഷൻ എന്ന് പറയുന്ന ഒരു പാസീവ് പ്രോസസ് ആണ്. ഇത് എയർ ഉള്ളിലേക്ക് വരുന്നു, ഇത് എയർ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ എന്താണ്, പ്രഷർ കുറവും വോള്യൂം കൂടുതലുമാണ്. ഇവിടെയാണെങ്കിലോ പ്രഷർ കൂടുതലും വോള്യൂം കുറവും, അതുകൊണ്ടാണ് എയർ പുറത്തേക്ക് പോയത്. ഇവിടെ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റേർണവും റിബ്സും റൈസപ്പ് ആവും. ഇവിടെ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ സ്റ്റേർണവും റിബ്സും നോർമൽ ഷേപ്പിലേക്ക് വരും. പിന്നെ ഡയഫ്രം ഇവിടെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡയഫ്രം റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ്, ദിസ് ഇസ് എ പാസീവ് പ്രോസസ്. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന് മക്കളെ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ളത് നമ്മുടെ ഓക്സിജൻ്റെ ഹീമോഗ്ലോബിൻ്റെ ഡിസോസിയേഷൻ കർവ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു റെസ്പിറേറ്ററി വോള്യൂംസും കപ്പാസിറ്റീസും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല വോള്യൂംസ് കാണാം. അതിലൊന്നാമതാണ് ടൈഡൽ വോള്യൂം. ടൈഡൽ വോള്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുകയും എക്സ്ഹെയിൽ ചെയ്യുകയും ചെയ്യുന്ന വോള്യൂം ഓഫ് എയർ ആണ് ടൈഡൽ വോള്യൂം. ഇനി അത് കൂടാതെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എക്സ്ട്രാ വോള്യൂം ഓഫ് എയർ അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന വോള്യൂം ഓഫ് എയർ ആണ് നമ്മുടെ ഇൻസ്പൈറേറ്ററി റിസർവ് വോള്യൂം. ഫോഴ്സ്ഫുള്ളി കളയുന്ന വോള്യൂമാണ് നമ്മുടെ എക്സ്പൈറേറ്ററി റിസർവ് വോള്യൂം എന്ന് പറയുന്നത്. ഫോഴ്സ്ഫുള്ളി കളഞ്ഞാലും നമ്മുടെ ലങ്സ് വിട്ട് പോകാത്തതാണ് റെസിഡ്യുവൽ വോള്യൂം എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ വോള്യൂംസ്. പിന്നെ നമ്മുടെ കപ്പാസിറ്റീസിലേക്ക് വരുന്ന സമയത്ത് ഒരാളോട് ചോദിക്കുകയാണ്, ഒരു നോർമൽ എക്സ്പൈറേഷന് ശേഷം ടോട്ടൽ എത്ര എടുക്കാൻ പറ്റും? അപ്പം നമുക്ക് ടൈഡൽ വോള്യൂം എടുക്കാം, ഇൻസ്പൈറേറ്ററി റിസർവ് വോള്യൂം എടുക്കാം. അതാണ് നമ്മുടെ ഇൻസ്പൈറേറ്ററി കപ്പാസിറ്റി. ഒരാളോട് ചോദിക്കുകയാണ് നോർമൽ ഇൻസ്പിറേഷന് ശേഷം എത്ര കളയാം? അപ്പോൾ ടൈഡൽ വോള്യൂം കളയാം, എക്സ്പൈറേറ്ററി റിസർവ് വോള്യൂം കളയാം. അതാണ് നമ്മളുടെ എക്സ്പൈറേറ്ററി കപ്പാസിറ്റി. യെസ്, എക്സ്പൈറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടൈഡൽ വോള്യൂം പ്ലസ് എക്സ്പൈറേറ്ററി റിസർവ് വോള്യൂം. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷന് ശേഷം ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്യുന്നത്, അങ്ങനെ കളയുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്തതിന് ശേഷം ഫോഴ്സ്ഫുൾ ആയിട്ട് എടുക്കുന്നതുമാണ്. ഓക്കെ, ദെൻ കംസ് നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ്റെ എൻഡിൽ നമ്മുടെ ലങ്സിൽ നമുക്ക് എത്ര വോള്യൂം ഓഫ് എയർ ഹോൾഡ് ചെയ്യാം. എനിക്കിപ്പോൾ എന്തൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ ടൈഡൽ വോള്യൂം ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻസ്പൈറേറ്ററി റിസർവ് വോള്യൂം ഹോൾഡ് ചെയ്യുന്നുണ്ട്, കാരണം ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷനാണ് എടുത്തത്. പിന്നെ കളയാത്തത് കൊണ്ട് എൻ്റെ എക്സ്പൈറേറ്ററി റിസർവ് വോള്യൂം അവിടെ തന്നെ ഉണ്ട്. പിന്നെ എത്ര കളഞ്ഞാലും പോകാത്ത എൻ്റെ റെസിഡ്യുവൽ വോള്യൂം അവിടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ദെൻ ഒരു ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി ഉണ്ട്. അതായത് മിസ് ഇപ്പോൾ പറഞ്ഞു, ഞാൻ ഫോഴ്സ്ഫുള്ളി കളഞ്ഞാൽ മാത്രമേ എൻ്റെ എക്സ്പൈറേറ്ററി റിസർവ് വോള്യൂം പോകുള്ളൂ. അതായത് നോർമൽ എക്സ്പൈറേഷൻ്റെ സമയത്ത് ടൈഡൽ വോള്യൂം മാത്രം കളയുമ്പോൾ ഈ ഒരു എക്സ്പൈറേറ്ററി റിസർവ് വോള്യൂം
അവിടെ തന്നെ ലങ്സിൽ ഉണ്ടാകും. അതുപോലെ റെസിഡ്യുവൽ വോളിയം പിന്നെ എന്തായാലും ലങ്സിൽ ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് 12 to 16 പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ നമുക്ക് 12 to 16 തവണ ബ്രീത്തിങ് എടുക്കാൻ പറ്റും. ഇത് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് മക്കളെ. ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ടൈഡൽ വോളിയം ചോദിക്കാറുണ്ട്, റെസിഡ്യുവൽ വോളിയം ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം, എക്സ്പൈറേറ്ററി റിസർവ് വോളിയം കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ വൈറ്റൽ കപ്പാസിറ്റി. ഇതിൻ്റെ അർത്ഥം വേറെ ഒന്നും ചോദിക്കില്ല എന്നല്ല, സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത് എടുക്കുന്നതും കളയുന്നതും അത് 500 ml ആണ്. നോർമൽ റെസ്പിറേഷൻ അല്ലാതെ ഫോഴ്സ്ഫുള്ളി എടുക്കുന്നതാണ് ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം, അത് 2500 to 3000 ml ആണ്. നോർമലി കളയുന്നതല്ലാതെ ഫോഴ്സ്ഫുള്ളി കളയുന്നതാണ് എക്സ്പൈറേറ്ററി റിസർവ് വോളിയം, അത് 1000 to 100 ml ആണ്. ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി കളഞ്ഞാലും നമ്മുടെ ലങ്സിൽ നിന്ന് പോകാത്തതാണ് നമ്മുടെ റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞത്. ഇനി നോർമൽ എക്സ്പൈറേഷനിൽ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? അതായത് ഒരു ടൈഡൽ വോളിയം മാത്രമേ നമ്മൾ കളഞ്ഞുള്ളൂ എന്ന് കരുതാം. ബാക്കി നമുക്ക് ഫോഴ്സ്ഫുള്ളി കളയാനുള്ള എക്സ്പൈറേറ്ററി റിസർവ് വോളിയം അവിടെ ഉണ്ടാകും, റെസിഡ്യുവൽ വോളിയവും അവിടെ തന്നെ ഉണ്ടാകും. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി, വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പൈറേഷൻ. അതായത് നോർമൽ എക്സ്പൈറേഷനിൽ ടൈഡൽ വോളിയം 500 ml മാത്രമേ പോവുള്ളൂ. അതായത് ഫോഴ്സ്ഫുള്ളി കളയാത്ത നമ്മുടെ എക്സ്പൈറേറ്ററി റിസർവ് വോളിയവും പിന്നെ ഫോഴ്സ്ഫുള്ളി കളഞ്ഞാലും പോകാത്ത നമ്മുടെ റെസിഡ്യുവൽ വോളിയം ഉണ്ടാവും. അത് രണ്ടും കൂടി ചേരുന്നതാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. ഇനി ഇൻസ്പൈറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ, ഓക്കെ ആഫ്റ്റർ നോർമൽ എക്സ്പൈറേഷൻ ഒരാൾക്ക് ടോട്ടൽ എത്ര എടുക്കാൻ പറ്റും? ഓക്കെ, അതാണ് ഇൻസ്പൈറേറ്ററി കപ്പാസിറ്റി. അത് എന്ന് പറയുന്നത് TV + IRV ആണ്. ഇനി നോർമൽ ഇൻസ്പിറേഷന് ശേഷം ഒരാൾക്ക് മാക്സിമം എത്ര കളയാം? അതാണ് നമ്മുടെ എക്സ്പൈറേറ്ററി കപ്പാസിറ്റി, അത് TV + ERV ആണ്. ദെൻ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷന് ശേഷം ഫോഴ്സ്ഫുള്ളി കളയാൻ പറ്റും, എത്ര കളയാൻ പറ്റും. മറ്റേത് അല്ലെങ്കിൽ നമുക്ക് പറയാം ഫോഴ്സ്ഫുൾ എക്സ്പൈറേഷന് ശേഷം ഫോഴ്സ്ഫുള്ളി എത്ര എടുക്കാൻ പറ്റും. രണ്ടും ഫോഴ്സിൻ്റെ കാര്യമാണെങ്കിൽ ദാറ്റ് ഇസ് വൈറ്റൽ കപ്പാസിറ്റി. അവിടെ TV + IRV + ERV വരും. ഓക്കെ, ദെൻ ടോട്ടൽ ലങ് കപ്പാസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ കാര്യം വരുമ്പോൾ ഗ്യാസസ് എക്സ്ചേഞ്ച് മെയിൻ ആയിട്ട് നടക്കുന്നത് ഒന്ന് ആൽവിയോളയും ബ്ലഡ് കാപ്പിലറിയും തമ്മിൽ, പിന്നെ ബ്ലഡ് കാപ്പിലറിയും ടിഷ്യൂവും തമ്മിലാണ്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട് 3 ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാണ് പ്രഷർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്, രണ്ടാമത്തതാണ് സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ്, മൂന്നാമത്തതാണ് തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ. അപ്പോൾ അതിൽ നമ്മുടെ തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മെംബ്രെയിൻ എന്താണ്? വളരെ തിന്നായിട്ടുള്ള മെംബ്രെയിൻ ആണ്. ഇവിടെ സോല്യൂബിലിറ്റി എന്നാണ് എഴുതിയിട്ടുള്ളത്, ഇത് തിക്നെസ് ആണ് കേട്ടോ, തിക്നെസ് ആണ്. അപ്പോൾ തിക്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 3 ലെയേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ആൽവിയോളയുടെ സ്ക്വാമസ് എപ്പിത്തീലിയം, പിന്നെ ബ്ലഡ് കാപ്പിലറിൻ്റെ എൻഡോത്തീലിയം, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുമുള്ള ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ. അപ്പോൾ ഇതിലൂടെ വളരെ ഈസി ആയിട്ട് ഗ്യാസസിനെ ഡിഫ്യൂസ് ചെയ്യാം. പിന്നെ സോല്യൂബിലിറ്റി പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മോർ സോല്യൂബിൾ ദാൻ ഓക്സിജൻ. അതുകൊണ്ട് തന്നെ 20 to 25 ടൈംസ് ഹയർ ആണ് സോല്യൂബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വെൻ കമ്പയർഡ് ടു ഓക്സിജൻ. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ആയിട്ടാണ് പോവുക. ഇനി നമ്മുടെ പ്രഷർ ഗ്രേഡിയൻ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഷറും കോൺസെൻട്രേഷനും എന്താണ് നമുക്ക് പറയാൻ പറ്റും, അത് കണക്റ്റഡ് ആണ്. ഒരു ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ആ ഗ്യാസ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രഷറും കൂടും. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് ഏത് ഗ്യാസാണോ കോൺസെൻട്രേഷൻ കൂടുതൽ അവിടെ അത് കൊടുക്കുന്ന പ്രഷർ കൂടുതലായിരിക്കും. അപ്പം നമ്മൾക്കിവിടെ പറയാനുള്ളൊരു ടേമാണ് പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ ഗ്യാസിന് പ്രഷർ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, പ്രഷർ കൂടുതൽ കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവരുടെ എമൗണ്ട് കൂടുതലായിരിക്കണം. അപ്പോൾ എമൗണ്ട് കൂടുതലാണെങ്കിൽ അവർക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രഷറും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആൽവിയോളയിൽ ഓക്സിജൻ ആണ് കൂടുതൽ, അപ്പോൾ ഓക്സിജൻ കൊടുക്കുന്ന പാർഷ്യൽ പ്രഷർ ആയിരിക്കും കൂടുതൽ. ഇനി നമ്മുടെ ടിഷ്യൂസ് നോക്കുകയാണെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അവിടെ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ ഒക്കെ ഉണ്ട്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് ടിഷ്യൂസിൽ കൂടുതലാണ്, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ആയിരിക്കും കൂടുതൽ. സോ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എമൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ കുട്ടികൾ എന്തായാലും കാണാതെ പഠിക്കേണ്ട കുറച്ച് എമൗണ്ട് ആണ്. അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട്, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട്, അതുപോലെ ലങ്സിലുള്ള ആൽവിയോളയിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും കുറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ കുറവ് അയാൾക്ക് 40ഉം കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് 45 കൊടുക്കുക. അതാണ് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും മനസ്സിലാവും. ഇപ്പോൾ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ എന്താണ് ഓക്സിജൻ കുറവാണ്, അപ്പോൾ 40, കൂടിയ ആൾക്ക് 45. ഇനി ഓക്സിജനേറ്റഡ് ബ്ലഡിൽ കുറവാരാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പോൾ അയാൾക്ക് 40. ഇനി ടിഷ്യൂസിൽ കൂടുതൽ
കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, കുറഞ്ഞ ആൾക്ക് 40, കൂടിയ ആൾക്ക് 45. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പ്രഷർ ഗ്രേഡിയൻറ്റ് മനസ്സിലാക്കാം. ഇത് ജസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴും പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്, പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുക, അപ്പോൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഡിഫ്യൂഷൻ നടക്കുക. അതായത് പ്രഷർ ഗ്രേഡിയൻറ്റ് ഡിഫ്യൂഷൻ നടക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ഇവരുടെ ട്രാൻസ്പോർട്ട് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മക്കളെ. ഓക്സിജൻ 2 രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. 3% പ്ലാസ്മയിൽ ഡിസോൾവ് ആവും. 97% ഓക്സി ഹീമോഗ്ലോബിൻ, 3% എന്താണ് ഡിസോൾവ് ഇൻ പ്ലാസ്മ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ആകും. അത് ഡിസോൾവ് ചെയ്തിട്ട് ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ട് മാറും. 70% എങ്ങനെയാണ്? ബൈകാർബണേറ്റ് ആയിട്ടാണ് പോവുക. അതിൽ നമ്മുടെ ബാക്കിയുള്ളത് 23% കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടെ ചേർന്നിട്ട് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ആകും. 7% ആണ് പ്ലാസ്മ. 7% പ്ലാസ്മയിൽ ഡിസോൾവ് ആവും. ഈ 3 രീതിയിലാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട്. ഈ ഒരു ഇക്വേഷൻ മറക്കാതിരിക്കുക. ഈ ഒരു നമ്മുടെ കാർബോണിക് ആസിഡ് ഫോം ചെയ്യാനും ബൈകാർബണേറ്റ് ഫോം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് കാർബോണിക് എൻഹൈഡ്രേസ്. നമ്മുടെ RBCയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു എൻസൈം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ഹീമോഗ്ലോബിനെയും നോക്കുകയാണെങ്കിൽ ഓക്സിജനും ഹീമോഗ്ലോബിനും അസോസിയേഷൻ നടക്കുന്നത് ആൽവിയോളയിലാണ്. ആൽവിയോളയിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് കൊണ്ട് അവർ രണ്ടുപേരും കൂടി കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു. പക്ഷേ ടിഷ്യൂസിൽ എത്തുന്ന സമയത്ത് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറയുന്നതുകൊണ്ട് അവർ രണ്ടുപേരും വേർപിരിഞ്ഞിട്ട് ഓക്സിജൻ വേറെ ഹീമോഗ്ലോബിൻ ആവുന്നു. ഓക്സിജനും ഹീമോഗ്ലോബിനും സെപ്പറേറ്റ് ആവുന്നു. അപ്പം നമ്മുടെ ഓക്സിജന്റെയും ഹീമോഗ്ലോബിന്റെയും ഈ ഒരു ഡിസോസിയേഷൻ ടിഷ്യൂസിൽ വെച്ചാണ് നടന്നത്, അസോസിയേഷൻ ആൽവിയോളയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പം ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ, എപ്പോഴാണ് ഇത് അസോസിയേറ്റഡ് ആവുന്നത്, എപ്പോഴാണ് ഇത് ഡിസോസിയേറ്റഡ് ആവുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്ലോട്ട് ചെയ്തൊരു ഗ്രാഫാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. അതിൽ നമ്മൾ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും വൈ ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിനും കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് സാച്ചുറേഷനും കൂടുന്നുണ്ട്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ കൂടുതലാണെങ്കിൽ ഓക്സിജനും ഹീമോഗ്ലോബിനും ബൈൻഡ് ചെയ്യും. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിലോ ഓക്സിജനും ഹീമോഗ്ലോബിനും ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് മക്കളെ ഇവിടെ തന്നിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ വെറും ഫാക്ടേഴ്സ് മാത്രം നോക്കുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഒരു ഫാക്ടറാണ്. കാരണം ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടിയാൽ അസോസിയേഷൻ നടക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഫാക്ടറാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ഓക്സിജൻ കുറഞ്ഞാൽ ഡിസോസിയേഷൻ നടക്കും. ടെമ്പറേച്ചറും അതുപോലെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഒക്കെ ഒരു ഫാക്ടറാണ്. അപ്പോൾ അതിൽ ഫോർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രം ഹൈ ആവണം, ബാക്കി എല്ലാവരും ലോ ആവണം. ഓക്കെ, അതാണ് നമ്മുടെ ആൽവിയോളയിൽ സംഭവിക്കുന്നത്. സോ ആൽവിയോളയിൽ എന്താണ്? അസോസിയേഷൻ നടക്കും. കാരണം അവിടെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് ലോ, ടെമ്പറേച്ചർ ലോ, pH ലോ. ഓക്കെ, ഇനി നമ്മൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ pH ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്താണ് കൂടുതലാണെന്നാണ് അർത്ഥം കേട്ടോ. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ലോ ആണ്, pH ലോ എന്നല്ല, pH ഹൈ, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ലോ. ഓക്കെ, ഇനി ഡിസോസിയേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അത് ടിഷ്യൂസിലാണ്. ടിഷ്യൂസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രം ലോ, ബാക്കി എല്ലാവരും ഹൈ. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ, ടെമ്പറേച്ചർ ഹൈ, ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ഹൈ. ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ഹൈ ആണെന്ന് പറഞ്ഞാൽ pH ലോ, അതായത് അസിഡിക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിസോസിയേഷൻ ആണ്. ആൽക്കലൈൻ കണ്ടീഷനിലേക്ക് വരുമ്പോഴാണ് അസോസിയേഷൻ നടക്കുക. അപ്പോൾ ഈ കർവ് നമുക്ക് എന്തിനാണ് യൂസ്ഫുൾ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കാറുണ്ട്. അതായത് സ്റ്റഡിയിങ് ദ എഫക്ട് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ഓക്സിജൻ്റെയും ഹീമോഗ്ലോബിൻ്റെയും ഡിസോസിയേഷന് എങ്ങനെയാണ് കാരണമാവുന്നത്, ഇത് പഠിക്കാൻ നമുക്ക് ഈ ഒരു കർവ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് 3 തരത്തിലാണ് ചോദ്യങ്ങൾ വരിക. ഈ കർവ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എപ്പോഴാണ് ഫോർമേഷൻ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ്, ഡിസോസിയേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ്, എവിടെ ഫോർമേഷൻ എവിടെ ഡിസോസിയേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് കർവ്, ഇതിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. എക്സ് ആക്സിസിൽ എന്ത്, വൈ ആക്സിസിൽ എന്ത്, ഇതും നോട്ട് ചെയ്ത് വെക്കാം. ഈ കർവ് ആണ് സിഗ്മോയിഡ് കർവ്. ഓക്കെ, പിന്നെ നമ്മുടെ റെസ്പിറേഷൻ്റെ റെഗുലേഷന് 3 സെൻറ്റേഴ്സ് ആണ്. ഒന്ന് റെസ്പിറേറ്ററി റിതം സെൻറ്റർ വിച്ച് ഇസ് ഇൻ ദ മെഡുല്ല ആൻഡ് ന്യൂമോടാക്സിക് സെൻറ്റർ വിച്ച് ഇസ് ഇൻ ദ പോൺസ് ആൻഡ് കീമോ സെൻസിറ്റീവ് ഏരിയ. അതിൽ റിതം സെൻറ്റർ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റെസ്പിറേഷൻ റെഗുലേഷൻ ചെയ്യുന്ന ആൾ. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മുടെ ന്യൂമോടാക്സിക് സെൻറ്ററിലുള്ള നമ്മുടെ പോൺസ് റീജിയനിലുള്ള ന്യൂമോടാക്സിക് സെൻറ്റർ. ഈ ന്യൂമോടാക്സിക് സെൻറ്ററിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ റെസ്പിറേറ്ററി റിതം സെൻറ്ററിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്യൂറേഷൻ കുറച്ചിട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കെമിക്കൽസിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. മെയിൻ ആയിട്ടുള്ള കെമിക്കൽസ് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ആണ്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ
കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അയോട്ടിക് ആർച്ച്, ഇതാണ് നമ്മുടെ ഹാർട്ടെങ്കിൽ ഇതാണ് അയോട്ട. അപ്പോൾ അയോട്ടയുടെ ഈ ഒരു ആർച്ചിനെയാണ് നമ്മൾ അയോട്ടിക് ആർച്ച് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു കീമോ സെൻസിറ്റീവ് ഏരിയ ഉണ്ട്. പിന്നെ ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന കെറോട്ടിഡ് ആർട്ടറി, അവിടെയും കീമോ സെൻസിറ്റീവ് ഏരിയ ഉണ്ട്. പിന്നെ റിതം സെൻറ്ററിൻ്റെ അടുത്തായിട്ട് നമുക്ക് എന്തുണ്ട്, കീമോ സെൻസിറ്റീവ് ഏരിയ ഉണ്ട്. റിതം സെൻറ്ററിൻ്റെ അടുത്ത് അതേപോലെ തന്നെ അയോട്ടിക് ആർച്ചിലും കെറോട്ടിഡ് ആർട്ടറിയിലും കീമോ സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷൻ കൂടിയാൽ അവർ റിതം സെൻറ്ററിന് സിഗ്നൽ കൊടുക്കും. റിതം സെൻറ്റർ എന്ത് ചെയ്യും, ഇവരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷൻ കൂടുന്നത് അത്ര നല്ലതല്ല, അപ്പോൾ അവരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ലാസ്റ്റ് ടോപ്പിക് നമ്മുടെ ഡിസോർഡേഴ്സ്. അതിൽ ആസ്മ ചോദിക്കാറുണ്ട്, എംഫൈസീമയും ചോദിക്കാറുണ്ട്. ആസ്മ എന്ന് പറയുന്നത് എന്താണ്, ഒരു അലർജിക് ഡിസീസാണ്. എപ്പോഴാണ് ഉണ്ടാവുന്നത്, നമ്മുടെ ബ്രോങ്കൈക്കും ബ്രോങ്കിയോസിനും ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് വീസിങ്, വലിവുണ്ടാകും. ഓക്കെ. പിന്നെ എംഫൈസീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്മോക്കിംഗ് ആണ് ഇതിന് കാരണം. നമ്മുടെ റെസ്പിറേറ്ററി സർഫേസ് ഏരിയ കുറയാണ്, കാരണം ആൽവിയോളാർ വാൾസ് ഡാമേജ് ആയിട്ട്. അതാണ് നമ്മുടെ എംഫൈസീമ. ദെൻ ഒക്യുപേഷണൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇപ്പോൾ സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഷീറ്റൊക്കെ മുറിക്കുന്ന ഇൻഡസ്ട്രി അല്ലേ, ആസ്ബെസ്റ്റോസ് ഷീറ്റൊക്കെ മുറിക്കുന്ന ഇൻഡസ്ട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആസ്ബെസ്റ്റോസ് പാർട്ടിക്കിളൊക്കെ ഇൻഹെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആസ്ബെസ്റ്റോസസ് വരും. സിലിക്ക പാർട്ടിക്കിൾസ് ഇൻഹെയിൽ ചെയ്താൽ സിലിക്കോസസ് വരും. അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന വഴി നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലുള്ള ഫൈബ്രസ് ടിഷ്യൂവിന് പ്രൊലിഫറേഷൻ ഉണ്ടാവും. അങ്ങനെ ഡിസീസ് ഉണ്ടാവുന്നതാണ് ഈ ഒക്യുപേഷണൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഓക്കെ. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ റെഡിയാക്കാൻ ആഗ്രഹമുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ബാച്ച് ഡിസംബർ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. ഏതായാലും എൻ്റെ കുട്ടികളുടെ ആഗ്രഹം പോലെ, പക്ഷേ പഠിക്കുക, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ.